സ്വാമി രാംഭദ്രാചാര്യ കഴിഞ്ഞ ദിവസം 14-ാം തീയതി ഉത്തർപ്രദേശിൽ നടത്തിയിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള വർഗീയ പ്രസംഗമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സ്വാമിജിക്ക് കണ്ണ് കാണില്ല എങ്കിലും ഉൾക്കണ്ണിൽ സ്വാമിജി കണ്ടുപിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിനോട് സ്വാമിജി എന്ത് രസകരമായിട്ട് 2 കഥകൾ പറഞ്ഞിരുന്നറിയും. ആരും കേട്ടിരുന്നു പോകും. നിങ്ങളും കേൾക്കണം. നമുക്ക് സ്വാമിജി കാര്യമായിട്ട് പറഞ്ഞത് ലവ് ജിഹാദും അതുപോലെ തന്നെ ലാൻഡ് ജിഹാദുമാണ്. പിന്നെ നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങൾ രാക്ഷസന്മാരാണ്. ഇത്രേ സ്വാമിജി പറഞ്ഞിട്ടുള്ളൂ. നമുക്കൊന്ന് സ്വാമിജി പറഞ്ഞ രാജ്യവിരുദ്ധമല്ലാത്ത മുസ്ലിം വിരുദ്ധത ഒട്ടുമില്ലാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റി ഒന്ന് കേട്ടിട്ട് വരാം. ഈ അടുത്ത് പറഞ്ഞതാണ്. हमको फिर सभी हिंदू माताओं बहनों और मित्रों को जग जाना है। एक लड़की को फंसाया एक राक्षस ने, एक कठमुल्ले ने फंसा, मुसलमान ने फंसाया. നിങ്ങൾ കേട്ടോ, സ്വാമിജി ഇത് രാമകഥ എന്ന് പറഞ്ഞൊരു പരിപാടി കേട്ടോ. ഈ അലിഘട്ടിൽ നടന്നതാണ് ഉത്തർപ്രദേശിൽ. രാമകഥ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പരിപാടിയിൽ സ്വാമിജി അത് തുടങ്ങിയിട്ടുള്ളത് ഇങ്ങനെയാണ്. നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളെ നിങ്ങൾ നോക്കൂ, അവർ നോക്കാൻ പറഞ്ഞാൽ ഈ കാത്മുല്ലാസാണ്, അതായത് നികൃഷ്ടമായിട്ടുള്ള ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ജീവികളാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ അവന്മാരൊക്കെ രാക്ഷസന്മാരാണെന്നാണ് പറഞ്ഞത്. ഈ കാത്മുല്ല അതുപോലെ തന്നെ രാക്ഷസന്മാരാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ. ഇവന്മാർ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത് ലവ് ജിഹാദും ലാൻഡ് ജിഹാദുമാണ്. അത് ലവ് ജിഹാദ് വരെ എങ്ങനെ ചെയ്യുന്നതെന്നും കൂടെ സ്വാമിജി നമുക്ക് വേണ്ടി പറഞ്ഞിരുന്നുണ്ട്. അതുകൊണ്ടൊന്ന് കേട്ടിട്ട് जग जाना है. हमारे यहाँ इसमें 2 जिहाद चल रहे हैं. 2 जिहाद चल रहे हैं, लव जिहाद और लैंड जिहाद. लव जिहाद से भोली भाली हिंदुओं को ये कठमुल्ले फंसा रहे हैं. भोली भाली हिंदू कन्याएं फंस जाती बेचारी. आप ये राजनीतिक मंच नहीं पर व्यथा का मंच तो है. एक लड़की को फंसाया एक राक्षस ने, एक कठमुल्ले ने फंसा, मुसलमान ने फंसाया. और अंत में विशेष जी उसको काट करके 34 टुकड़े करके फ्रिज में बंद करके रख दिया. साल भर के बाद निकली वो. कोई सीमा होती? मैं है सभी ये प्रसारण मेरा दूरगामी है. समाचार पत्र वाले के लव जिहाद से हमें बचना है. നിങ്ങൾക്ക് മനസ്സിലായി എന്താ പറഞ്ഞത്? അതായത് സ്വാമിജിക്ക് കണ്ണില്ല കേട്ടോ. സ്വാമിജി ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഒന്നുമില്ല. പക്ഷേ സ്വാമിജിയുടെ ഉൾക്കാഴ്ചകളിൽ സ്വാമിജി മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഈ മുസ്ലിം യുവാക്കളെ, ഈ ബിച്ചാരികളായിട്ടുള്ള അതായത് പാവപ്പെട്ട ഈ ഹിന്ദു പെൺകുട്ടികളെ വളച്ചിട്ട് അത് അവരുടെ വലയിലാക്കും. എന്നിട്ട് അവരെ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോയിട്ട് 35 ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇവരെ ഫ്രിഡ്ജിൽ വെക്കും. ഇങ്ങനെയാണ് ലവ് ജിഹാദ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ. അതുകൊണ്ട് പാവപ്പെട്ട ഹിന്ദു സ്ത്രീകളും ഹിന്ദു പെൺകുട്ടികളൊക്കെ ഒന്ന് സൂക്ഷിക്കണം. ഇവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ലവ് ജിഹാദ് നടത്തുന്നുണ്ട് രാജ്യത്ത്. അത് വലിയ നമ്മുടെ ഹിന്ദു സമൂഹത്തിന് ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ഇതൊക്കെയാണ് നമ്മുടെ സ്വാമിജി വളരെ സൗമ്യനായിട്ട് ശാന്തനായിട്ട് നിങ്ങളോട് പറഞ്ഞു തരികയാണ്. കണ്ണിൻ്റെ കാഴ്ചയില്ലെങ്കിലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു സ്വാമിജി പറഞ്ഞു തരില്ലേ. നമ്മുടെ ആരുടെ അഭിപ്രായങ്ങളല്ല കേട്ടോ. ഒരു രാജ്യവിരുദ്ധത ഇതിലില്ല. സ്വാമിജി പറയുന്ന വലിയ വലിയ മഹത്തായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കണം. ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ കേൾക്കുന്നത്. അങ്ങനെ സ്വാമിജി അത്രയും പറയും. അത് കഴിഞ്ഞിട്ട് സ്വാമിജി പിന്നെ പറയുന്നത് എങ്ങനെയാണ് ഇവന്മാർ ലാൻഡ് ജിഹാദ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന്. അതും കൂടെ ഒന്ന് കേൾക്ക്, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എൻ്റെ മലയാളം. लैंड जिहाद से भी बचना है. जहां खाली पाते बेईमान वहीं मस्जिद बना देते हैं, वहीं कब्रगाह बना देते हैं. लैंड जिहाद से भी हमें हम अवैध रूप से भारत भूमि के 1 इंच नहीं हम नहीं देंगे, कुछ भी हो जाए. जय हो. जब राम जन्मभूमि का मुकदमा चल रहा था मैं स्वयं गवाह था. हाई कोर्ट का फैसला है. एक अग्रवाल थे, क्या बताऊं, नाम सुन कहने में बुरा लग रहा है, जज थे. इन्होंने मांगा नहीं पर इनको तिहाई हिस्सा दे दिया. इनको इंजॉय के लिए तिहाई हमका नहीं. अयोध्या में 1 इंच हम इनको नहीं देंगे. जो देना हो अयोध्या के पार, सरयू के पार दो. फिर हमने मुकदमा किया सुप्रीम कोर्ट में. सुप्रीम कोर्ट ने हमारे पक्ष में निर्णय दिया कि अयोध्या में 1 इंच इनको जगह नहीं मिलेगी. जहां जाते बने. तो देखो, हमें लव जिहाद से भी बचना है, लैंड जिहाद से भी बचना है. हमें चरित्र की रक्षा करनी है, राष्ट्र की सीमा की रक्षा करनी है. यही रामलीला का मुख्य संदेश है. നിങ്ങൾക്ക് മനസ്സിലായോ സ്വാമിജി പറഞ്ഞത് എന്താണെന്ന്? സ്വാമിജി രണ്ടാമത് പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന മറ്റൊരു ജിഹാദാണ് ലാൻഡ് ജിഹാദ്. അതായത് ഈ മുസ്ലിങ്ങൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഈ ഭൂമിയൊക്കെ കൈയടക്കും. എന്നിട്ട് ഇങ്ങനെ വെറുതെ കിടക്കുന്ന ഭൂമികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ വന്ന് കൈയടക്കിയിട്ട് അവിടെ പള്ളികൾ പണിയും. പള്ളികൾ പണിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് ഖബർസ്ഥാനുകൾ പണിയും, മക്ബറകൾ പണിയും. എന്നിട്ട് ആ ലാൻഡ് അവരവരുടേതായിട്ട് ഇങ്ങനെ എടുക്കും.
അങ്ങനെ കൊടുക്കരുത്. നമ്മുടെ ഹിന്ദുക്കളുടെ ലാൻഡ് എന്തിനാണ് നമ്മൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത്? നമ്മളിപ്പം അയോധ്യയിലോട്ട് നോക്കൂ, സ്വാമി പറഞ്ഞ കാര്യങ്ങളാണ്. അയോധ്യയിലോട്ട് നോക്കൂ, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് സുപ്രീം കോടതിയിലെ വിധി നേരിട്ട് രാമൻ വന്നിട്ട് നമ്മുടെ ചന്ദ്രചൂഡിന് ഈ മറ്റേ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തല്ലേ അയോധ്യ ഭൂമി ഇങ്ങനെയാണെന്നുള്ളത്. എന്നിട്ടല്ലേ കോടതി വിധി വന്നില്ല. അങ്ങനെ നമുക്ക് കിട്ടിയ പുണ്യഭൂമിയല്ലേ അയോധ്യ. ആ ഭാഗത്തോട്ടൊരു മുസ്ലിങ്ങളെ അടുപ്പിക്കരുത്. അവിടുത്തെ ഒരു ഭൂമികളും നിങ്ങൾ മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. അവിടെ ലാൻഡ് ജിഹാദ് നടക്കും. അതുപോലെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും നിങ്ങൾ ഭൂമി മുസ്ലിങ്ങൾക്ക് കൊടുക്കരുത്. അവന്മാർ അവിടെ വന്നിട്ട് പള്ളികൾ പണിയും, വീട് പണിയും, അല്ലെങ്കിൽ എന്താ പറയുക മക്ബറകൾ പണിയും, ബിസിനസ്സുകൾ പണിയും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ സ്വാമീജി ഇത്ര വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്ന കാര്യങ്ങളാണ്. ഒട്ടും രാജ്യവിരുദ്ധതയോ രാജ്യദ്രോഹമോ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധതയോ മുസ്ലിം ദ്രോഹങ്ങളോ ഇസ്ലാമോഫോബിയോ ഒന്നുമില്ലാത്ത ഇത്തരം നല്ല നല്ല വാക്കുകൾ, സ്വാമീജിയുടെ വാക്കുകൾ കേൾക്കണം എന്നാണ് സ്വാമീജി പറഞ്ഞിട്ടുള്ളത്. സ്വാമീജിക്ക് ലക്ഷക്കണക്കിന് ആരാധകരും ഫോളോവേഴ്സും ഉണ്ട്. അവരൊക്കെ അത് കേൾക്കുന്നുണ്ട്, അവരൊക്കെ ഗ്രഹിക്കുന്നുണ്ട്, അവർ പഠിക്കുന്നുണ്ട് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം. നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ ഭരിക്കുന്നവരും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് സ്വാമിമാരും ഇങ്ങനത്തെ തക്കുട് സ്വാമിമാരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. പക്ഷേ സൗത്ത് ഇന്ത്യൻ്റെ അവസ്ഥ എന്താണ്? വളരെ മോശമാണ്. ഇവിടുത്തെ ആളുകൾ എന്താ ചെയ്യുക? ജനിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിപ്പിക്കും, വിദ്യാഭ്യാസം കൊടുക്കും, അത് കഴിഞ്ഞിട്ട് ബിസിനസ് ചെയ്യും, നല്ല നല്ല ജോലികൾ ചെയ്യും. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ? നല്ല ജീവിത നിലവാരം കൊണ്ടുവരും, വിദേശത്ത് പോകും, ലോകം എന്താണെന്ന് അറിയും. നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇങ്ങനെ തമ്മിൽ അടി കൂടാണ്ടിരിക്കും, പരസ്പര സാഹോദര്യം സമാധാനം ഒക്കെ ഉണ്ടാവും. എന്തിനാണ് നമുക്ക് നോർത്ത് ഇന്ത്യ പോലെ വേണ്ടേ നമുക്ക് ആക്കേണ്ടത് അല്ലേ? നമ്മൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കരുത്. ആദ്യമായിട്ട് നിങ്ങൾ വിദ്യാഭ്യാസം എടുക്കരുത്. പൈസ കിട്ടുന്ന നല്ല നല്ല മാർഗ്ഗങ്ങൾ, അതായത് നല്ല നല്ല ബിസിനസ്സുകൾ ചെയ്യരുത്, ജോലി ചെയ്യരുത് പരസ്പരം. അതിന് പകരം നിങ്ങൾ എന്തിനാണ് ഇത്തരം നല്ല നല്ല സ്വാമിമാർ പറയുന്ന ഇത്ര വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ പോയി കേൾക്കണം. നമ്മുടെ നോർത്ത് ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാർ സ്വാമിമാരും അല്ലെങ്കിൽ സംഘപരിവാർ നേതാക്കളും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പരസ്പരം നിങ്ങൾ അടിക്കണം, വെട്ടണം, കൊല്ലണം, ചാവണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഈ മതവിദ്വേഷങ്ങൾ നിങ്ങൾ ഉള്ളിൽ വെച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇത്തരം സ്വാമിമാരും ഇത്തരം നേതാക്കന്മാരും നമുക്ക് പറഞ്ഞു തരുന്നതാണ്. സൗത്ത് ഇന്ത്യയിൽ അത് വല്ലാണ്ട് നടക്കുന്നില്ല. ഇപ്പോൾ ആയി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നോർത്ത് ഇന്ത്യ പോലെ ആക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു ലിമിറ്റിൻ്റെ മേലോട്ടൊക്കെ ആയി വന്നിട്ടുണ്ട്. കേരളത്തിലൊക്കെ അത്യാവശ്യം ഉണ്ട് ഇപ്പം. എങ്കിലും നമ്മൾ കുറച്ചുകൂടെ ഈ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് അതാണ് ഈ വിദ്യാഭ്യാസമുള്ള പ്രശ്നങ്ങളാണ്. വിദ്യാഭ്യാസവും പൈസയും ഈ ജോലിയും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കില്ല. നമ്മൾ നല്ലൊരു ജീവിതം, നല്ലൊരു വീട് വെക്കണം, നമുക്ക് നല്ലൊരു ഫാമിലി വേണം, നല്ലൊരു കൂട്ടും നല്ലൊരു സൊസൈറ്റി വേണം. ഇങ്ങനത്തെ ചിന്താഗതിയാണ്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? വേണോ? സ്വാമി പറഞ്ഞത് നിങ്ങൾ നോക്കൂ. ഈ മുസ്ലിങ്ങളെ മാറ്റി നിർത്തുക. ഇവന്മാർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യയും നമുക്ക് അതുപോലെ ആക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വാമിയുടെ കൂടെ ഒരുപാട് പേര് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറ്റി ഇപ്പോൾ സംസാരിക്കുക, ചോദിക്കുക, നമ്മൾ രാജ്യവിരുദ്ധനും രാജ്യദ്രോഹിയും അല്ലെങ്കിൽ നമ്മൾ ഹിന്ദുവിനെ പറയാനൊക്കെ ഇപ്പോൾ ഇവിടെ അതൊന്നുമല്ല. ഈ സ്വാമി ഹിന്ദുവിന് വേണ്ടിയിട്ടല്ലേ സംസാരിക്കുന്നത് അല്ലേ? ഇതിലെന്ത് രാജ്യവിരുദ്ധതകൾ, എന്ത് ഹിന്ദു വിരുദ്ധതകൾ? ഒരു വിരുദ്ധത ഇതിലില്ല. സ്വാമീജി ഇങ്ങനെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ആരെങ്കിലും കേസെടുക്കും? ഇവിടെ എന്തിനാണ് കേസെടുക്കുന്നത്? അപ്പോൾ സ്വാമീജി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു തരിക ചെയ്യുന്നത്. അത് അക്സെപ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക. ഇത്തരത്തിലുള്ള സ്വാമീജിമാർക്ക്, അതായത് കണ്ണ് കാണില്ല, സ്വാമീജിക്ക് അമ്പലം എന്താണെന്നറിയില്ല, പള്ളി എന്താണെന്നറിയില്ല, മുസ്ലിമോ ഹിന്ദുവോ മനുഷ്യൻ്റെ മുഖം പോലും അറിയില്ല. സ്വാമീജി ഇതെല്ലാം ഉൾക്കണ്ണാൽ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. സ്വാമീജി കേട്ടറിവ് വെച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അത്തരം സ്വാമിമാരെ നമ്മൾ വിലക്കെടുക്കണ്ടേ അല്ലേ? അപ്പോൾ സ്വാമീജിയുടെ ഉള്ളിൽ എത്ര പരിശുദ്ധമായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ചിന്തകളല്ലേ സ്വാമീജിയുടെ ഉള്ളിലുള്ളൂ അല്ലേ? അപ്പോൾ ഇത്രയും പരിശുദ്ധമായിട്ടുള്ള ചിന്താഗതിയുള്ള സ്വാമിമാർ പറഞ്ഞ കാര്യങ്ങൾക്ക് എങ്ങനെ മറുപടി കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോൻ്റെ താഴത്ത് കമൻ്റ് ആക്കി ഇട്ടോ, കുഴപ്പമില്ല. നല്ല രീതിയിലുള്ള ഇത്തരം ചക്കുരു സ്വാമിമാർക്ക് വേണ്ടിയിട്ട് എന്ത് മറുപടി കൊടുക്കണം നിങ്ങൾ ഇട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ചെയ്തത് ഇത് വളരെ കോമൺ ആണ്. നമ്മളിതിനെപ്പറ്റി നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ടാണ് എല്ലാവരും. നമ്മളിത് മോശമായിട്ട് കാണിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. നമുക്ക് രാജ്യദ്രോഹവും അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരുന്നത്. അപ്പോൾ ഇതിൽ രാജ്യദ്രോഹമുണ്ടോ? സ്വാമി പറഞ്ഞതിൽ മുസ്ലിം വിരുദ്ധത ഉണ്ടോ? അതല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധത ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ, ഞാൻ സ്വാമിനെ സപ്പോർട്ട് ചെയ്തതിൽ വേറെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് തോന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നമ്മുടെ വീഡിയോയുടെ താഴത്ത് കമൻ്റ് ആയിട്ടൊന്നുമില്ല. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.